ഈ സമയത്ത് നമ്മളൊരു ജീവിത സാക്ഷ്യം കേൾക്കുകയാണ്. ഈ ശുശ്രൂഷ നയിക്കുന്നത് ബ്രദർ ജോസ് പുള്ളിക്കാനം. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി രൂപതാംഗമാണ്. കുടുംബജീവിതം നയിക്കുന്നു. ഭാര്യ, 3 മക്കൾ. ഒരാൾ കാഞ്ഞിരപ്പള്ളി രൂപത വൈദികനായി ഇപ്പോൾ ഉപരിപഠനത്തിനായുള്ള റൂമിലാണുള്ളത്. 2 മക്കൾ കുടുംബജീവിതം നയിക്കുന്നു. ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തെ നിഷേധിച്ച് ചില ഇസങ്ങളുടെ പുറകെ പോയ ആളാണ്. എന്നാൽ കർത്താവിൻ്റെ ആ വലിയ സ്നേഹം ഇദ്ദേഹത്തെ മാടി വിളിക്കുകയും ദൈവ സ്നേഹാനുഭവത്തിലേക്ക് കടന്നു വരികയും ഇപ്പോൾ കഴിഞ്ഞ 30 വർഷമായി ജീവിക്കുന്ന ദൈവത്തിന് സാക്ഷിയായി അനേകയിടങ്ങളിൽ ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ഉയർത്തുവാൻ ദൈവം അതിശക്തമായ രീതിയിൽ ഉപയോഗിക്കുന്നൊരു ജീവിതമാണ് ബ്രദർ ജോസ് ചേട്ടൻ്റെ ജീവിതം. നമുക്ക് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ശ്രവിക്കാം. ഏറ്റവും കാരുണ്യവാനും നല്ലവനുമായ ഞങ്ങളുടെ കർത്താവേ, ഈ മനോഹരമായ രാത്രിയിൽ അങ്ങയുടെ വിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഒരു രാത്രി നീ നിന്റെ ശിഷ്യന്മാരെ കൂട്ടി മലയിലേക്ക് കയറിപ്പോയി. മലയിലേക്ക് കയറിപ്പോയ ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഭവമെന്ന് കൃത്യമായ ധാരണയില്ലായിരുന്നു. എന്നാൽ കർത്താവേ, നീ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നല്ലോ. ഈ രാത്രി നിൻ്റെ തിരുസന്നിധാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ മല കയറി വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്കൊത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുണ്ട്. തമ്പുരാനെ, അതെല്ലാം നീ ഏറ്റെടുക്കുകയും അവർക്ക് കാണിച്ചതുപോലെ നിൻ്റെ മഹത്വം വെളിപ്പെടുത്തി ഞങ്ങളെയും നീ ധന്യരാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, വിശുദ്ധ സകല വിശുദ്ധരെ, ഞങ്ങളുടെ പേരുകൾക്ക് കാരണഭൂതരെ, വളരെ പ്രത്യേകമായി ഞങ്ങൾക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന കാവൽ മാലാഖമാരെ പ്രാർത്ഥിക്കണമേ, കാക്കണമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതാംഗമാണ്. എൻ്റെ ഇടവക പുള്ളിക്കാനം. എനിക്ക് 3 മക്കൾ. എൻ്റെ ബാല്യമെന്ന് പറയുന്നത് വളരെ ദുരിതങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയ ഒരനുഭവമായിരുന്നു. ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഒരിടത്തും പറയാറില്ല. എന്നെ നന്നായി സ്നേഹിക്കുന്ന എൻ്റെ അമ്മ എൻ്റെ ഭവനത്തിലുണ്ട്. 2 വർഷമായി അമ്മ പാരലൈസ് ചെയ്ത് കിടക്കുകയാണ്. അമ്മ ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മോടൊപ്പമുണ്ട്. എൻ്റെ ചായ മരിച്ചുപോയി. ചായനും സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ എന്നെ കൊണ്ട് എത്തിച്ചത് ദൈവത്തെ കുറിച്ചുള്ള സംശയങ്ങളിലാണ്. നന്നേ ചെറുപ്പത്തിൽ ഞാൻ ദേവാലയം വിട്ടുപോകാതെ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചിരുന്ന ഒരു കുഞ്ഞായി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചയാളാണ്. അൾത്താരബാലനായി കർത്താവിൻ്റെ ബലിപീഠത്തിൽ സഹായിയായിട്ടൊക്കെ നിന്ന് ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ അപ്പൻ രാവും പകലും പ്രാർത്ഥിക്കുന്നു, ഞാൻ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷേ എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, എനിക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളിൽ സമാധാനമില്ല. എൻ്റെ കുഞ്ഞുനാളിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരിടത്തും സ്വസ്ഥതയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങൾ ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ദൈവത്തെ സംശയിക്കുവാൻ തുടങ്ങി. ആ സംശയം എന്നെ ഒത്തിരിയേറെ അന്വേഷണങ്ങളിലേക്ക് നയിച്ചു. ആ അന്വേഷണങ്ങൾ എന്നെ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ കൊണ്ടെത്തിച്ചു. ആ നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു, ഈ മൂകദൈവങ്ങളെ തച്ചുടയ്ക്കണം, നാളെ ഈ ശിലാരൂപങ്ങളെ കടൽ ഭിത്തിക്കും കൊള്ളാം, കല്ലിനാൽ മണ്ണിനാൽ സിമെൻറ്റിനാൽ നിർമ്മിച്ചതാം, ഇല്ലാത്ത ദൈവങ്ങൾക്ക് നല്ല കാലമാണ് എങ്ങും. ഇതായിരുന്നു അന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നത്. എന്നെ പരിചയമുള്ളവരോടൊക്കെ ഞാനിത് പറയും, നിങ്ങൾ ഈ ദൈവത്തെ ഉപേക്ഷിക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇല്ലാത്ത ഒന്നിനോട് പ്രാർത്ഥിച്ചിട്ട് എന്തു പ്രയോജനം? ഇങ്ങനെ ചോദിക്കുന്ന ഞാൻ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ കുറേ നാൾ എത്തിച്ചേരുവാനിടയായി. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരിക്കൽ ഇൻ്റലിജൻസിൽ നിന്നൊക്കെ പോലീസുകാർ എന്നെ തിരക്കി വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ നാട്ടിൽ ആർക്കും അറിഞ്ഞുകൂടാ എനിക്കിങ്ങനൊരു മുഖമുണ്ടെന്ന്. പോലീസ് വന്നപ്പോഴാണ് എൻ്റെ അപ്പനും അമ്മയൊക്കെ ഞെട്ടിപ്പോയി. അവരാകെപ്പാടെ പേടിച്ചു. ഒരു ദൈവകരുണയുടെ ഭാഗമായി അന്വേഷിച്ച് വന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എൻ്റെ അപ്പൻ്റെ കുടുംബക്കാരനായിരുന്നു. അപ്പം അദ്ദേഹം എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എന്നോട് പറയുക, ഈ പരിപാടിയൊക്കെ നിർത്ത്, അല്ലെങ്കിൽ വലിയ അപകടമാണ്. ആ കാലഘട്ടത്തിലെ നക്സലിസം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എന്നോട് ഇവരിത് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മഠത്തിൽ നിന്ന് സിസ്റ്റേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ജോസേ, ഭരണങ്ങാനം അസീസിയിൽ ധ്യാനമുണ്ട്, പോയൊരു ധ്യാനം കൂട്. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ പോകത്തില്ല,
കാരണം ധ്യാനം കൂടേണ്ടത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഞാൻ ധ്യാനം കൂടിയിട്ടൊരു കാര്യമില്ല. തന്നെയല്ല, ആ കാലഘട്ടത്തിലുള്ളവർക്കറിയാം, അന്ന് ധ്യാനം കൂടുക എന്ന് പറഞ്ഞാൽ വട്ട് പിടിക്കും, അല്ലെങ്കിൽ വട്ട് പിടിച്ചവരാണ് പോകുന്നത്. ഒന്നുകിൽ വട്ട് പിടിച്ചവർ ധ്യാനത്തിന് പോകുന്നു, അല്ലെങ്കിൽ ധ്യാനത്തിൽ നിന്ന് വട്ട് പിടിച്ച് തിരിച്ചു വരുന്നു. അപ്പം നമുക്ക് നല്ല ബോധ്യമാണല്ലോ, സുബോധം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഇടവകയിലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അന്ന് എനിക്കത് അറിഞ്ഞുകൂടാ, ആ സിസ്റ്റേഴ്സ് രാത്രി തവണ വെച്ച് ആരാധന നടത്തുന്നുണ്ടായിരുന്നു എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. അപ്പോഴും ഞാനവരെ ചീത്ത വിളിച്ച് പുറമേ നടക്കുക. പക്ഷെ അവരെന്നെ സ്നേഹിച്ചു. അവരുടെ സ്നേഹത്തെ ഓർത്തപ്പം 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ധ്യാനത്തിന് പോയത്. നിങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, കടബാധ്യത മാറാൻ പ്രാർത്ഥിച്ച്, സമാധാനം കിട്ടാൻ പ്രാർത്ഥിച്ച് ഒക്കെയാണ് ധ്യാനത്തിന് പോയത്. ഞാനതിനല്ല പോയത്. ഞാൻ 2 കാര്യങ്ങളാണ് എനിക്ക് ഗുണമായിട്ടുള്ളത്. ഒന്ന്, എനിക്ക് ഒരാഴ്ച നല്ല ശാപ്പാട് കിട്ടും. കാരണം എൻ്റെ വീട് ദരിദ്ര കുടുംബമാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് വച്ചന്മാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹൈ ക്ലാസ് ഫുഡ് കഴിക്കുന്നവരാണെന്നാണ് അന്നത്തെ എൻ്റെ ധാരണ. പിന്നെ അവരെ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായി, ഊട്ടുമുറിയിൽ നല്ല ഭക്ഷണവും അവരുടെ മേശയിൽ ദാരിദ്ര്യത്തിൻ്റെ വിളമ്പലുമാണെന്ന് അവരെ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായി. ഓക്കെ, ഞാനങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ 2ാമത്തെ ലക്ഷ്യം ഒരാഴ്ച പോലീസിൽ നിന്ന് ഒളിച്ചിരിക്കാം. അങ്ങനെ ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് ചെന്ന് കഴിയുമ്പോൾ തന്നെ ആകെപ്പാടെ കൺഫ്യൂഷനായി. എല്ലാവരും കൈകൊട്ടുന്നു, പാട്ട് പാടുന്നു, എനിക്കൊരു തരത്തിലും മനസ്സിലാകാത്ത ഭാഷയിൽ സ്തുതിക്കുന്നു. ഇതെന്തൊരു സംഭവം. അപ്പോൾ എനിക്ക് ഉറപ്പായി വട്ടന്മാരുടെ സമ്മേളനം. ഞാൻ മാത്രം വട്ടില്ലാത്തൊരു മനുഷ്യൻ, ബാക്കി മുഴുവൻ വട്ടന്മാർ. അച്ഛന് വട്ട്, കന്യാസ്ത്രീകൾക്ക് വട്ട്, പാട്ടുകാർക്ക് വട്ട്, സകല വട്ടന്മാരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കും. അങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും കുമ്പസാരിക്കുന്നു, കൗൺസിലിംഗ് നടത്തുന്നു, ഭയങ്കര ബഹളം. എനിക്കിതിനൊന്നും ആവശ്യമില്ല, കാരണം ഞാൻ ഒരു കുഴപ്പമില്ലാത്ത ആളല്ലേ. പിന്നെ കുമ്പസാരിക്കുകയും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ദൈവം ഉണ്ടാകട്ടെ. ഇതൊന്നും ഇല്ലാത്ത ഞാനവിടെ സുഖമായിട്ട് കിട്ടിയ ഭക്ഷണമൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നു. ബുധനാഴ്ച രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ സമയം എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാൻ എൻ്റെ കാതുകളിൽ ഒരു ശബ്ദം കേട്ടു, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്. നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്. ഈ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചു, ഇവിടെ മുഴുവൻ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ വല്ലതും കേട്ടതായിരിക്കും. ഞാൻ പിന്നെയും അനങ്ങാതെ അവിടെ ഇരുന്നു. ഞാൻ അന്ന് രാത്രി വലിയ അത്ഭുതങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. അന്ന് രാത്രി ഞാൻ പ്രത്യേകിച്ച് അനുഭവത്തിലൊന്നും വന്നില്ല. ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോഴെൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇതാണ് വരുന്നത്, എൻ്റെ തോന്നലായിരിക്കും, എൻ്റെ ഓർമ്മയായിരിക്കും എന്നൊക്കെ ഓർത്തു. പക്ഷേ പിറ്റേന്ന് രാവിലെ എന്നെ സംബന്ധിക്കുന്ന, നിങ്ങൾക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നത്തില്ല, എന്നെ സംബന്ധിക്കുന്നൊരു അത്ഭുതം സംഭവിച്ചു. ഭരണങ്ങാനം അസീസയുടെ ചാപ്പൽ തുറക്കുന്നതിന് മുമ്പ് ചാപ്പലിൻ്റെ വാതിക്കൽ പോയി ഞാൻ വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുകയാണ്. വാതിൽ തുറന്നപ്പോൾ ചാടി അകത്ത് കയറി തിരുസക്രാരിയുടെ മുമ്പിൽ കമന്ന് കിടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ചങ്ക് പൊട്ടിത്തമ്പുരാൻ്റെ മുമ്പിൽ കരഞ്ഞു, ദൈവമേ നീ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവമേ നിൻ്റെ സ്നേഹത്തെ ഞാൻ നിഷേധിച്ചുവെന്ന് മനസ്സിലാക്കി. ഇത്രമാത്രം വലിയൊരു സ്നേഹത്തെയാണല്ലോ ദൈവമേ ഞാൻ ഉപേക്ഷിച്ചത്, എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞ് കുറേയേറെ സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല, ചങ്ക് പൊട്ടി ആ തിരുസക്രാരിയുടെ മുമ്പിൽ കിടന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ദൈവ അനുഭവം. ദൈവം എന്നോട് എൻ്റെ ഭാഷയിൽ സംസാരിച്ചു, എന്നോടൊരു കരുണ ചെയ്തു. നീ എനിക്ക് ബഹുമാന്യനും വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ് എന്ന്. എനിക്ക് വേറൊരു ഭാഷയും അറിയത്തില്ല എന്ന് എൻ്റെ ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞു. ഞാനെപ്പോഴും ഈശോയ്ക്ക് നന്ദി പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പൊന്ന് കർത്താവേ, നീ വേറെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ അറിയത്തുമില്ല, ഞാനാകപ്പാടെ കുഴപ്പത്തിലായനെ. ദൈവം വ്യക്തിപരമായി എന്നെയും നിങ്ങളെയും സ്നേഹിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ചേർന്ന് ദൈവാനുഭവം തരുവാൻ തക്കവണ്ണം അവൻ്റെ കരസ്പർശം വളരെ വ്യക്തിപരമായി എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കും. അവൻ്റെ ശബ്ദം നിനക്ക് സുപരിചിതമായ ഭാഷയിൽ, നിനക്ക് സുപരിചിതമായ ഗ്രാമ്യ ഭാഷയിൽ നിന്നോട് ഇടപെട്ടുകൊണ്ട് വെളിപ്പെടുത്തും. എൻ്റെ ജീവിതത്തിലെ അനുഭവമാണത്. അപ്പം നിങ്ങൾ ഓർക്കും, ഇങ്ങനെ ഒരു അനുഭവം കിട്ടുന്നയാൾ പിന്നെ ഇങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കും. ആ ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ധ്യാനത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം ആർമണ്ടച്ചൻ പറഞ്ഞു, മോനെ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാണെന്ന് പറഞ്ഞ് ബൈബിൾ എടുത്ത് കൈ തന്നു. ഞാൻ അച്ഛനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഇത്രയും ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ദൈവമില്ലെന്നും പറഞ്ഞ് നടന്ന ഞാൻ വേണ്ട ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാരനെ തല്ലിക്കൊല്ലും, ഇത്രയും നാണം കെട്ടൊരു പരിപാടിക്ക് എന്നെ കിട്ടത്തില്ല, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു.
അച്ഛനൊന്നും വേണ്ടിയില്ല. അച്ഛൻ എന്നെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചില്ല, നിർബന്ധിച്ചില്ല. അച്ഛന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നെ വിട്ടു. പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? കീറിപ്പറഞ്ഞ വസ്ത്രം, ഒരു തുണിക്കൂട് പോലും ഞങ്ങൾക്കില്ല. ഞാനും എൻ്റെ ഭാര്യയും മക്കളും മാറി മാറി ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടിയ അവസ്ഥ, ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത, മദ്യത്തിന് അടിമയായ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ, ദേ അടുത്ത മാസം നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ, ഞാനൊരു സ്കൂളിലെ പിയൂണാണ്, എൻ്റെ ഭാര്യ ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റാണ്. ഞാൻ പറഞ്ഞു, അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ നമുക്ക് ദൂരെ എവിടെയെങ്കിലും ആരും അറിയാത്തടുത്ത് പോയി കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാം. അവൾ എന്നോട് പറഞ്ഞു, ആയിരിക്കുന്ന ബൈബിൾ ജോസ് കത്തിച്ചാൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ കൊല്ലാൻ അവൾക്ക് മനസ്സുണ്ട്, അവൾക്ക് മരിക്കാൻ മനസ്സുണ്ട്, ഞാൻ മരിക്കുന്നത് കാണാൻ മനസ്സുണ്ട്. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കത്തിക്കുക എന്ന കാര്യം ചെയ്യാൻ അവൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തെ തിരികെ തരികയായിരുന്നു. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് സന്ധിബന്ധങ്ങളെയൊക്കെ തുളച്ചു കയറി നമ്മളെ എല്ലാ വിധത്തിലും രൂപപ്പെടുത്തിയെടുക്കുന്ന തിരുവചനമാണ്. ഈ വചനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എൻ്റെ ഭാര്യയ്ക്ക് ഈ വചനത്തോടുള്ള ബഹുമാനം, ഈ വചനം കത്തിക്കാൻ മനസ്സില്ലാത്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ സാക്ഷിയായി നിർത്തുവാനിടയാക്കി തീർക്കുന്നത്. ആ ഒരവസ്ഥയിൽ ഞാൻ ചിന്തിച്ചു, ഞാൻ മാത്രമാണ് പ്രശ്നം. ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ജീവിക്കും. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച വൈകിട്ട് എൻ്റെ മോൻ എന്നോട് വന്നൊരു ചോദ്യം ചോദിച്ചു. പപ്പാ, നാളെ ഞാൻ പണിക്ക് പൊക്കോട്ടെ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിച്ചതാണ്. ഞാൻ ഒരു അക്ഷരം പോലും മറുപടി പറഞ്ഞില്ല. എൻ്റെ മകനോട് പണിക്ക് പോകാൻ പറയാൻ എനിക്ക് സാധിക്കത്തില്ല. ആ രാത്രി എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനൊരു കീറിയ പായിൽ, എനിക്കതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കീറപ്പായിൽ സാമ്പ്രാണി കത്തിച്ചപ്പോൾ ഇങ്ങനെ വീണ ഈശോയ്ക്കൊരു തിരുമുറിവ് സമ്മാനിച്ച കരിഞ്ഞ ഒരു രൂപം, കുരിശു രൂപം, ഇതേ ഉള്ളൂ ഞങ്ങൾക്ക് ആസ്തി, ഒരു മാതാവിൻ്റെ പടം. ഇതെടുത്ത് വെച്ചിട്ട് ഞങ്ങളുടെ കൊച്ചു വീടിൻ്റെ വരാന്തയിലിരുന്ന് ചങ്ക് പൊട്ടി കരയാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, മിടുമിടുക്കരായ 3 മക്കളെ എനിക്കെന്തിനാ തന്നത്? മിടുക്കരായിട്ടുള്ള എത്രയോ മാതാപിതാക്കളുണ്ട്, അവർക്ക് കൊടുക്കത്തില്ലായിരുന്നോ? എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ ആ രാത്രി ഒരുപാട് കരഞ്ഞു. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്നോർത്ത്, ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നല്ല ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, വിദ്യാഭ്യാസം കൊടുക്കും, എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. നാളെ നേരം വെളുക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനോട് എങ്ങനെ ഞാൻ പണിക്ക് പോകാമെന്ന് പറയും? ഇനി എനിക്ക് മുന്നോട്ട് ചിന്തിക്കാൻ മാർഗമില്ല. രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. ഈ രാത്രി നമുക്ക് വലിയ ശബ്ദ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ രാത്രി നല്ല 1-ാം തരം ഗായക സംഘം നമുക്ക് ആരാധനയ്ക്ക് നേതൃത്വം തരാനുണ്ട്. ഈ രാത്രി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞു തരാൻ അഭിഷിക്തനെത്തിയിട്ടുണ്ട്. ഈ രാത്രി നമ്മളൊക്കെ ഒത്തിരി സാഹചര്യങ്ങളുടെയും സാധ്യതകളുടെയും നടുവിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ടും നമുക്ക് വിശ്വാസം വളരെ കുറവാണ്, അല്ലെങ്കിൽ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കണം. ആ രാത്രി ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഒരു സംവിധാനങ്ങളുമില്ല. എനിക്ക് വചനം പറഞ്ഞു തരാൻ ആരുമില്ല, പാട്ട് പാടിത്തരാൻ ആരുമില്ല, കൗൺസിലിംഗ് നടത്താൻ ആരുമില്ല, എൻ്റെ വിഷമം പറയാൻ ആരുമില്ല, ദൈവം മാത്രം. ദൈവത്തോട് എൻ്റെ വിഷമം പറയേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥ. കാരണം എനിക്ക് ഒരേ ഒരു ഉത്തരം കിട്ടിയാൽ മതി, പിറ്റേ ദിവസം രാവിലെ എൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ട മറുപടി മാത്രം. ആ രാത്രി ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ എൻ്റെ ജീവിതത്തോട് ഇടപെട്ടു. തമ്പുരാനോട് നിനക്ക് ഞാൻ ജോലി തന്നില്ലേ, നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, അങ്ങനെ ഒത്തിരി ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ അനുതപിച്ച് ചങ്ക് പൊട്ടി കരയുകയാണ്. പിറ്റേ ദിവസം രാവിലെ, എല്ലാ ദിവസവും ഞങ്ങൾ ബലിയർപ്പിക്കാൻ പോകും. പിള്ളേർ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഒപ്പം വരാൻ നിന്നില്ല. കാരണം അവർ ചോദിക്കും ഈ ചോദ്യം. ഞാൻ വെട്ടിമാറി വേറെ സ്ഥലത്തോട് പോയി. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ആ അത്ഭുതം എന്തെന്നറിയാമോ? എൻ്റെ മകൻ ഇന്നു വരെ ആ ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പണിക്ക് പൊക്കോട്ടെ എന്ന ചോദ്യം എൻ്റെ കുഞ്ഞ് നിമിഷം വരെ എന്നോട് ചോദിച്ചില്ല. അതാണ് എൻ്റെ ദൈവം എനിക്ക് തന്ന അത്ഭുതം. ആ മകൻ ഇന്ന് റോമിൽ
ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9ാമത്തെ വർഷമാണ് വൈദികനായിട്ട്. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാഞ്ഞ, നല്ലൊരു വസ്ത്രമില്ലാതിരുന്ന, നന്നായി സംസാരിക്കാൻ അറിയാതിരുന്ന, ആരുമില്ലാതെ ഒന്നുമില്ലാതെ അലഞ്ഞ് വലഞ്ഞ് കാലം കഴിച്ചു കൂട്ടിയ ഈ പാവപ്പെട്ട ജോസിന്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചു. ആ ദൈവം പിന്നീട് ചെയ്തതെന്നറിയാമോ? പിറ്റേ വർഷം സ്കൂൾ തുറന്നപ്പോൾ എൻ്റെ മക്കൾക്കാണ്, 3 മക്കൾക്ക്, എൻ്റെ മൂത്ത മോൾ ജോസ്ന, രണ്ടാമത്തെ മോൻ ജോമോൻ അച്ഛനായി, മൂന്നാമത്തെ മോൻ ജിസ്, ഈ 3 പേർക്കുമാണ് ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും നല്ല യൂണിഫോം, ഏറ്റവും നല്ല സ്കൂൾ ബാഗ് ഏറ്റവും ആദ്യം കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ഇന്നുവരെ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ നിമിഷം വരെ കലത്തിലെ മാവ് തീരാതെ, ഭരണിയിലെ എണ്ണ പറ്റാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു പശ്ചാത്തലം വരുന്നതിന് മുമ്പ്, ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ധ്യാനം കൂടാൻ പോവുക. എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കീറിയ ഷർട്ടുമൊക്കെ ഉള്ളൂ, അധികം ഡ്രസ്സൊന്നുമില്ല, അതുകൊണ്ട് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. നമ്മളിന്ന് ആരാധനയ്ക്ക് വരുമ്പം എത്ര നേരം ആലോചിച്ചു, ദൈവമേ ഏത് ചുരിദാർ ഇടണം, ഏത് ഷർട്ട് ഇടണം. എനിക്ക് അങ്ങനെയൊന്നുമില്ല, കാരണം ഇല്ലായിരുന്നു. ഇത് ഇട്ടുകൊണ്ടൊക്കെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ പനക്കലച്ചൻ ആരാധനയുടെ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ ഒരു വരത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും കർത്താവിന് അനുകൂലമായി വ്യാഖ്യാനിക്കാനുമുള്ള വരം പ്രാർത്ഥിക്കുക. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് അന്നേരം മുതൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ജ്ഞാനമാണെന്നൊന്നും അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് തന്നെ പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് സ്റ്റേജിൽ നിന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു ജോസിനെ ഈശോ തൊടുന്നു. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ മുഴുവൻ വലിയൊരു പ്രകാശം വന്നിറങ്ങുന്ന വലിയൊരു ദൈവാനുഭവം ഉണ്ടായി. ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോരുമ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ് പോരുന്നത്, വലിയ സന്തോഷത്തിലാണ് പോരുന്നത്. എനിക്ക് വലിയ സമാധാനമുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ പിന്നെ ഞാൻ കാണുന്നവരോടൊക്കെ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോഴും ഞാൻ നന്നായി പുകവലിക്കും. എൻ്റെ മദ്യപാനമൊക്കെ കർത്താവ് എടുത്തു മാറ്റി, പുകവലി മാറുന്നില്ല. ധ്യാനങ്ങളേറെ കൂടി, ഒരു നിവൃത്തിയില്ല. അവസാനം കുളത്തുവയിൽ നിന്ന് വർക്കിച്ചനച്ഛനും ടീമും കൂടി വന്ന് അസിസിയിൽ ഒരു ധ്യാനം നടത്തി. ആ ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ടീം അനൗൺസ് ചെയ്തു, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭാഷാവരം തരാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. എനിക്ക് ഭാഷാവരത്തോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് അത് വേണ്ട, ബാക്കിയൊക്കെ പോരട്ടെ. പക്ഷേ വീണ്ടും അച്ഛൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദാഹമായി. ഞാനും പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ കർത്താവിനോട് ഒരു ഡിമാൻഡ് അങ്ങോട്ട് വെച്ചു, കർത്താവേ, നീ എനിക്ക് ഭാഷാവരം തന്നാൽ ഞാൻ നിനക്ക് പുകവലി തരാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വലിക്കാനല്ല, കർത്താവിന് കൊടുക്കാം. നീ എനിക്ക് ഭാഷാവരം തന്നാൽ മതി. വലിയ ഗമയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു. കൈവപ്പ് സമയമായി. അച്ഛൻ ഇങ്ങനെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കടന്നു പോവുക. അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, വേണ്ട ഭാഷാവരം വരുന്നു, നീ നാവ് വിട്ടുകൊടുക്ക്. ഞാൻ കണ്ണു തുറന്ന് 4 പാട് നോക്കുക, എതിരെയാ ഭാഷാവരം വരുന്നത്. ഭാഷാവരം വന്നില്ല. ഞാനങ്ങാതോടിരുന്നു. അച്ഛൻ തട്ടിപ്പ് പറയുന്നതാണെന്ന് ഓർത്തു. അച്ഛൻ ഒരു 2-3 പേരുടെ തലയിൽ കൂടി കൈവച്ചിട്ട് തിരിച്ചു വന്നു. വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞ ഒറ്റ കമാൻഡാ. പിന്നെ എന്നാ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഭാഷാവരം കർത്താവ് എനിക്ക് തന്നു. അച്ഛൻ്റെ ഒറ്റ കമാൻഡ് ഭാഷാവരം തന്നു. കെട്ടുകൾ അഴിക്കും അധരങ്ങളുടെ കർത്താവിൻ്റെ വലിയ കൃപ കാരുണ്യത്തോടെ കിട്ടി. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ദൈവത്തിൻ്റെ അടയാളം നാവിൽ തന്നു. അപ്പോൾ പിന്നെ ഇനി പാവം ചെയ്യുമോ? ഇല്ലെന്ന് ഓർക്കും നിങ്ങൾ. അങ്ങനല്ല. 2 ആഴ്ച ഞാൻ പുകവലിച്ചില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിലൂടെ ചേർത്ത് കുത്തിയിരുന്ന് വലിച്ചു. ഭാഷാവരം അവിടെ തന്നെ നിന്നു. കർത്താവ് എടുത്തു മാറ്റിയില്ല. അവരുടെ സഭ നമ്മളോട് പറയല്ലേ, ജീവിത വിശുദ്ധിയും വരങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെ തന്നെ ഞാൻ വലിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ധ്യാനം കൂടുന്ന മുഴുവൻ എന്തിനാ? പുകവലി മാറത്തില്ല, മടുത്തു. അങ്ങനെ ഒരു ദിവസം 1993 ഒക്ടോബർ മാസം 6-ാം തീയതി രാവിലെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ 3 മക്കളും ഭാര്യയും ഞാനും കൂടി കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. പേലപ്പാറയിൽ ഒരു വന്ദന ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. ബ്ലേഡിൽ നിന്ന് പൈസ എടുത്ത് ജീവിക്കുന്നവനെയാണ് ഞാനെങ്കിലും പുറത്തിറങ്ങും ഗമയ്ക്ക് കുറയ്ക്കരുതല്ലോ. കുടുംബത്തെക്കുറിച്ച് അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ബിൽസ് മേടിച്ച് വലിച്ചു. ഗമയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു യാചകൻ എൻ്റെ മുമ്പിൽ വന്നു.
കീറിപ്പറഞ്ഞ് ആകപ്പാട് വിരൂപനായ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നു നിന്നിട്ട് എൻ്റെ ഇങ്ങനെ നിന്നു. ഞാൻ കൈ കിട്ടിയ നാണയം എടുത്ത് അദ്ദേഹത്തിൻ്റെ കൊടുത്തു. ഔദാര്യവാനായിട്ടൊന്നുമല്ല, ഞാൻ ഇയാളെ ഒഴിവാക്കിയതാ. ഈ പൈസ മേടിച്ച് അദ്ദേഹം ഒരു 2-3 ചുവട് പോയിട്ട് തിരികെ വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി ഒരു വർത്താനം പറഞ്ഞു. ആകാശവും ഭൂമിയും കടന്നു പോകും, ദൈവത്തിൻ്റെ വചനമോ നിത്യം നിലനിൽക്കും. നിന്നോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അവസാന വിധി ദിവസത്തിൽ നമുക്ക് കാണാം. ഈ യാചക മനുഷ്യൻ എന്നോട് പറയുകയാണ്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനം നിത്യം നിലനിൽക്കും. നിന്നോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അവസാന വിധി ദിവസത്തിൽ കാണാം. ഈ ആകാശവും ഭൂമിയും കടന്നു പോകുമെന്ന് പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് എതിരെ പോയി എന്നറിഞ്ഞുകൂടാ. എൻ്റെ മടിക്കുത്തൊക്കെ ഞാൻ അഴിച്ചിട്ടു. ഞാനൊക്കെ പേടിച്ച് വിറച്ചു പോയി. ഞാൻ നിന്നു. ഞാനൊരു പരിസരബോധം വന്ന് നോക്കുമ്പോൾ ആ യാചക സഹോദരനെ പിന്നെ കണ്ടില്ല. എനിക്കറിയാം, അനേക വിശുദ്ധ വൈദികരിലൂടെ, കന്യാസ്ത്രീകളിലൂടെ, അൽമായ സഹോദരങ്ങളിലൂടെ എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച അനേകരുടെ പ്രാർത്ഥനകളിലൂടെയെല്ലാം തമ്പുരാൻ കർത്താവ് പുകവലി എന്ന വലിയ ദോഷം എന്നിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഞാനത് സമ്മതിക്കാതെ വീണ്ടും കർത്താവിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോ എന്നെ രക്ഷിക്കാൻ കർത്താവ് കുരിശിലേറി വന്നത് ഒരു യാചകന്റെ രൂപത്തിൽ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടി എനിക്കും നിനക്കും വേണ്ടത്, ജീവിതത്തിലും ഭക്തിക്കും വേണ്ടത് എന്തോ അത് കൂട്ടിച്ചേർത്ത് തരാൻ വേണ്ടി നമ്മുടെ കർത്താവ് എത്രത്തോളം താഴാമോ അത്രത്തോളം ഇന്നും താഴും കർത്താവ്. അന്ന് കുരിശുമരണത്തിൽ നമുക്ക് വേണ്ടി വിവസ്ത്രരാക്കപ്പെട്ടില്ലേ, നമുക്ക് വേണ്ടി കുത്തി തുളയ്ക്കപ്പെട്ടില്ലേ, നമുക്ക് വേണ്ടി ഇഞ്ചിഞ്ചായി മരിച്ചില്ലേ, അതുപോലെ തന്നെ ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ യേശു ക്രിസ്തു എത്രത്തോളം താഴാമോ അത്രത്തോളം താന്ന് എന്നെയും നിങ്ങളെയും സ്വന്തമാക്കും. അന്ന് പുകവലിയുടെ കർത്താവ് എടുത്തു മാറ്റിയതാ. പിന്നെ ഈ നിമിഷം വരെ ആ ഒരു ആസക്തി പോലുമില്ലാതെ കർത്താവ് എന്നെ പൊൻകരങ്ങളിൽ താങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കുറേ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു പരിശോധിക്കാം. കുറേ പരിശോധനകളുടെയൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ലിവറിന് കംപ്ലൈൻറ്റുണ്ട്, സിറോസിസ് ആണെന്ന് സംശയമാണ്. ഡോക്ടറെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞു അതിന് കുറേ പരിശോധനകളൊക്കെ നടത്തി വേണം ഉറപ്പാക്കാൻ. 1.5 ലക്ഷം രൂപ ആ കാലത്ത് ചിലവ് വരുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഒരു ചികിത്സയും ഞാൻ ചെയ്യുന്നില്ല, കാരണം കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോൾ 9ാം ക്ലാസ്സിൽ ആയതുള്ളൂ. ഇപ്പോൾ ഞാൻ വീണ്ടും കടം കയറ്റി വെച്ച് മരിച്ചാൽ പ്രശ്നമാണ്, അത് വേണ്ട, ഞാൻ ഈശോ എടുത്ത് പൊക്കോളാം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 3 ദിവസം കിടന്നു. 3ാമത്തെ ദിവസം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഈ പ്രായത്തിൽ ഇങ്ങനെ കിടക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒന്നുകിൽ നീ എന്നെ കൊണ്ടുപോക്കോ, എനിക്കൊരു കുഴപ്പമില്ല, നീ ഇവരെ നോക്ക്, എനിക്കതിന് സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ എന്നെ എഴുന്നേൽപ്പിക്കണം. പെട്ടെന്ന് ആരാധനയുടെ ഒരു പാട്ടിൻ്റെ മനസ്സിൽ വന്നു. ഞാൻ പാടിയ ഈ ആരാധന കുളവാകുകൊണ്ട് ഞാൻ പാടുന്നില്ല, പാടാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ ഞാൻ ഭാഷാപരത്തിൽ പാടിക്കൊണ്ടിരുന്നു ആരാധനയുടെ പാട്ട്. കുറേ നേരം കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകുന്നു. പലരോട് ഇത് എൻ്റെ പണിയാ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എഴുന്നേറ്റ് കിടക്കാം. ആ ഓട്ടവും ഇന്ന് ഇതുവരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ലിവറിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എൻ്റെ ലിവർ എൻസൈമെൻറ്റ്സ് ഒക്കെ മോശമാണ്. പക്ഷെ ഞാൻ ഓടിക്കൊണ്ടേയിരിക്കാൻ കർത്താവ് കൃപ തരിക. കർത്താവിൻ്റെ കരുണയാണത്. ലോകം ഭയപ്പെടുന്നതിനെ ഭയപ്പെടാതിരിക്കാൻ, ലോകം വിലമതിക്കുന്നതിനെ വിലകെട്ടുന്നതെന്നെണ്ണാൻ ആത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുമ്പോൾ കഴിയുന്നു. കർത്താവ് ഓടിക്കുകയാണ്, കർത്താവ് നടത്തുകയാണ്. കർത്താവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നത് കൊണ്ട് കർത്താവിനോടൊപ്പം ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മോള് BSc നഴ്സിംഗ് പഠിക്കുവാൻ കർത്താവ് കരുണയാൽ സഹായിച്ചു. നഴ്സിംഗൊക്കെ ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. നഴ്സിംഗൊക്കെ കഴിഞ്ഞ് ഇവൾക്ക് വിദേശത്ത് പോകണമെന്നുള്ള ആഗ്രഹം വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പാ IELTS എഴുതാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാവോ? ഞാൻ പറഞ്ഞു, മോനെ കുറച്ച് നാളും കൂടെ പഠിച്ചിട്ടൊക്കെ പോവും. അന്നേരം ഇവള് പറഞ്ഞില്ല, എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്. ഓക്കെ, ഇവള് പോയി പരീക്ഷ എഴുതി. പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് റിസൾട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവക്ക് ഒരെണ്ണത്തിന് 5.5 ഉള്ളൂ. 5.5 മാർക്കേ ഉള്ളെന്ന് അറിഞ്ഞപ്പോൾ ഇവൾ എൻ്റെ പുറത്തോട്ട് ഒറ്റ അടിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് എന്നോടാണ് ഏറ്റവും സ്നേഹവും സ്വാതന്ത്ര്യവും.
അവൾ ആ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവളുടെ വേദനകൾ ഇറക്കി വെച്ചതാണ്. ഞാനൊന്നും വേണ്ടിയില്ല, അവിടെ ഇരുന്നു. ഞാൻ പ്രാർത്ഥിച്ചവളോട് ഞാൻ പറഞ്ഞു, മനബ നമുക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാം. അവൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥനയൊക്കെ ഇനി പപ്പ നടത്തിക്കൂ, ഞാൻ ഇനി മേലാൽ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യ വന്നു, ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ മാതാവിനെ മാധ്യസ്ഥം തേടി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ ഇവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ അടുത്ത് ഇരുന്നു ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മോനെ ഞാനെപ്പോഴും നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഒരു പ്രത്യേക കാര്യത്തിന് ഈശോയെ സ്നേഹിക്കുന്നിരുന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു, കൊച്ചേ നിനക്ക് വെളുത്ത് പൊക്കമുള്ള PG-കാരൻ ചെറുക്കനെ കർത്താവ് തരും എന്നൊരു സന്ദേശം തരുന്നു. എൻ്റെ മോളോട് ഞാൻ പറയുകയാണ്. ഉടനെ ഇവൾ എടുത്തേടിയെന്നെ പറഞ്ഞെന്നറിയാവോ, എനിക്ക് PG-കാരനും വേണ്ട, വെളുത്തവനും വേണ്ട, ചെറുക്കനും വേണ്ട, എനിക്കൊരു പണി കിട്ടി ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി, എവിടെയൊരു പണി മേടിച്ചാൽ അതിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ നീ കടുത്ത വേദനയിലിരിക്കുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഇങ്ങനെയാണ് വെളിപ്പെടുത്താനുള്ളത്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു, അവൾക്ക് ഇൻ്റർവ്യൂ നടത്തി കുവൈറ്റിൽ ജോലി കിട്ടി. കുറച്ച് നാൾ കഴിഞ്ഞു, അവൾക്ക് കല്യാണാലോചന വന്നു. അവൾക്ക് വെളുത്ത പൊക്കമുള്ള MSc മൈക്രോബയോളജി വരെ പഠിച്ച ചെറുക്കനെ, ജിബിൻ എന്ന പേരുള്ള ചെറുക്കനെ, മണിവിലക്കാരനെ കർത്താവ് അവൾക്ക് ഭർത്താവായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾക്ക് ജോലി കൊടുത്തു. കർത്താവ് പറഞ്ഞ വാഗ്ദാനം നിറവേറ്റി കൊടുത്തു. എൻ്റെ മോനോട് പറഞ്ഞു, ഇതൊക്കെ അറിയാവുന്ന ഇളയ മോൻ ജിസ്, അവനോട് പറഞ്ഞു, പപ്പാ എനിക്ക് അറേഞ്ച്ഡ് മാര്യേജ് മതി, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് പ്രേമിച്ചും കൂടെ കെട്ടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ദൈവത്തിനെല്ലാം സാധിക്കും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം ഓപ്പണായിട്ട് പറയുന്ന കുടുംബമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ മോന് കർത്താവ് 1 വർഷം മുമ്പ് വിവാഹം ഉറപ്പിക്കുവാൻ കൃപ തന്നു. ചിന്നു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ കൊച്ചിനെ കർത്താവ് കല്യാണം ഉറപ്പിച്ചു. അവളുമായിട്ട് 1 വർഷം അവർ ഫോണിലൂടെ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. കാരണം ഇവൻ കുവൈറ്റിലാണ്, ആ കൊച്ചിവിടെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുക. കർത്താവ് അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർക്കൊരു കുഞ്ഞുണ്ട്. അവൾ ഇപ്പോൾ UKG പോകുന്നു. ഞാൻ എന്തിനതൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങളോട്? നമ്മളിൽ ഒത്തിരിയേറെ പേര് രാത്രി ആരാധനയിൽ വരുമ്പോൾ, ബലിയർപ്പണത്തിൽ വരുമ്പോൾ, വചനം കേൾക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് കൊണ്ട് നിരാശയാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് സംശയമാണ്. പിന്നെ ഒത്താലൊക്കെട്ടെന്നും പറഞ്ഞാണ് നമ്മൾ പലരും ഇരിക്കുന്നത്. അങ്ങനല്ല. വിളിക്കും മുമ്പേ ഞാൻ ഉത്തരമിടും, പ്രാർത്ഥിച്ച് തീരും മുമ്പ് ഞാനത് കേൾക്കുമെന്ന് പറഞ്ഞ ജീവനുള്ള കർത്താവ് ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഉത്തരമല്ല, ഞാൻ വിചാരിക്കുന്ന സമയത്തല്ല, ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല, ഞാൻ വിചാരിക്കുന്ന വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന, നിന്നെ വീണ്ടും ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന പദ്ധതി എന്ന് അപ്പൻ പറഞ്ഞില്ലേ? ആ പദ്ധതിക്കനുസരിച്ചുള്ള ഉത്തരങ്ങൾ കൃത്യസമയത്ത് നമുക്ക് ഓരോരുത്തർക്കും തന്നനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞാൻ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പത്രോസും യാക്കോബും യോഹന്നാനും ഈശോയോടൊപ്പം ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവരുടെ ഉള്ളിൽ കൂടുതൽ കൃപാവരങ്ങൾ കിട്ടണം, കൂടുതൽ സുവിശേഷ വേല ചെയ്യണം, പിശാച് നോക്കുമ്പോഴേ ഓടിപ്പോകണം, കർത്താവിന് കൂടുതൽ മെച്ചമായ ശുശ്രൂഷ ചെയ്യണം, നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കണം. അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒത്തിരി മോഹങ്ങളുമായി മല കയറുമ്പോൾ, ഈശോടൊപ്പം പോകുമ്പോൾ അവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉള്ളൂ. അവർക്കറിഞ്ഞുകൂടാ ആ രാത്രി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ അവർ 4 പേരും കൂടി ഇവിടെ ഇരിക്കുമ്പോൾ ക്രിസ്തുവിനെ ദൈവമായി തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ കാണുവാനുള്ള ഭാഗ്യം ഇതാ ഈ 3 പേർക്ക് ചരിത്രത്തിൽ ആദ്യമായി ലഭിക്കുകയാണ്. മോശ കണ്ടത് പുറകുവശമാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതാ എന്നാൽ ആദ്യത്തെ മാർപ്പാപ്പ, ആദ്യമായി സഭയെ ഏൽപ്പിച്ചു കൊടുത്ത യോഹന്നാൻ, ആദ്യത്തെ രക്തസാക്ഷി, അവർ ക്രിസ്തുവിനെ തൻ്റെ മഹത്വത്തോടെ, ദൈവത്തെ തൻ്റെ മഹത്വത്തോടെ മുഖാഭിമുഖം കാണുവാൻ ഒരു ജാഗരണ പ്രാർത്ഥനയിൽ ദൈവം കൃപ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10,000ങ്ങളുടെ മധ്യത്തിൽ നിന്ന്, കോടിക്കണക്കിന് മനുഷ്യരുടെ മധ്യത്തിൽ നിന്ന് ജാഗരണ പ്രാർത്ഥനയിലേക്ക് എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം തമ്പുരാൻ പേര് ചൊല്ലി വേർതിരിച്ച് ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ, ഈ ജാഗരണ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തിയിരിക്കുന്നെങ്കിൽ ഈ അനുഭവം വരുവാൻ വേണ്ടിയാണ്.
നിങ്ങളുടെ സകല ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം യേശു ക്രിസ്തുവിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന അനുഭവത്തിൽ എത്തിക്കുവാനാണ്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് നിങ്ങൾ മറന്നേക്കുക. ആ ലിസ്റ്റ് അല്ല പ്രധാനപ്പെട്ടത്. തമ്പുരാന്റെ മനസ്സിൽ നിന്നെ ഒരു പദ്ധതിയുടെ ഭാഗമാക്കി നിർത്തിയിരിക്കുകയാ. അതൊന്ന് വെളിപ്പെടുത്തി കിട്ടുന്ന രാത്രിയാണ് ഈ രാത്രി. ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ ദൈവം, ഈ ദൈവം ആ കരുതൽ എനിക്ക് വേണ്ടി തരും ഈ രാത്രി. ഈ ദൈവം ആ കരുതലിൻ്റെ വലിയ അനുഭവത്തിലേക്ക് എന്നെ ഉയർത്തും. ഞാൻ ചോദിക്കുന്നത് തന്നുകൊണ്ടല്ല, അവിടുത്തെ പദ്ധതി നിറവേറ്റിക്കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കൊറോണ കാലത്ത് കർത്താവിന് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ കൂട്ടായ്മ ഒരു ശുശ്രൂഷ ചെയ്തു. ഹൗസ് ടോപ്പ് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. എന്താണെന്നറിയോ സംഭവം? ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വരികൾ പാട്ടായിട്ട് എഴുതി വെക്കും. എൻ്റെ മോൻ ഈ പാട്ട് ചിലതുമായിട്ട് അച്ഛൻ ചാപ്പലിൽ പോയിരിക്കും, റോമിൽ ചാപ്പലിൽ പോയിരിക്കും. അപ്പോൾ ഈശോ ട്യൂൺ കൊടുക്കും. അങ്ങനെ ഞാൻ എഴുതി, എൻ്റെ മകൻ അച്ഛൻ ട്യൂൺ ചെയ്ത് ഒരു 17ഓളം പാട്ടുകൾ ഞങ്ങളിപ്പോൾ ഈ ഹൗസ് ടോപ്പ് മീഡിയ എന്ന് പറയുന്ന ചാനലിലൂടെ റിലീസ് ചെയ്തു. ഈ മാസം ഒരു പാട്ടും കൂടി വരും. അത് അച്ഛൻ തന്നെയാണ് പാടിയിരിക്കുന്നതും. പുള്ളി ട്യൂൺ ചെയ്ത് പുള്ളി പാടുകയാണ്. എങ്ങനെ സംഭവിക്കുന്നേ? ആത്മഹത്യ ചെയ്യാൻ പോയ ജോസ്, കൂലിപ്പണിക്ക് പൊക്കോട്ടെ എന്ന് അനുവാദം ചോദിച്ച അച്ഛൻ, മകൻ, ആ അപ്പനും മകനും കൂടി ഇന്ന് കർത്താവിൻ്റെ പാട്ടുകൾ എഴുതുന്നു, കർത്താവിൻ്റെ പാട്ട് ട്യൂൺ ചെയ്യുന്നു, കർത്താവിൻ്റെ പാട്ട് പാടുന്നു. എങ്ങനെ സംഭവിക്കും ഇത്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല സഹോദരങ്ങളെ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിച്ച ദൈവം, എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിച്ച ദൈവം, ഉള്ളംകൈയിൽ പേരും രൂപവും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കർത്താവ്, അവിടുന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്കൊരു കുറവുമില്ലാതെ നമ്മളെ പരിപാലിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം ഒത്തിരിയേറെ പരിപാലനയുടെ പറഞ്ഞാൽ മണിക്കൂറുകളെടുത്ത് പറയേണ്ട ദൈവാനുഭവങ്ങളുടെ ജീവിതമാണെന്നും പറയാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം നിങ്ങളെ വിളിച്ച് ഈ ജാഗരണ പ്രാർത്ഥനയിൽ ചേർത്തി വെച്ചിരിക്കുന്നത് ദൈവം തമ്പുരാന് പറ്റിയ ഒരു അബദ്ധമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അബദ്ധമല്ല. നിങ്ങളുടെ ഒരു നിവൃത്തികേടിൻ്റെ ഭാഗമല്ല. നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചവൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. നിങ്ങളെ അത്രയധികമായി ഈ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ രാത്രി അവൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ, അവൻ്റെ കൂടാരത്തിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ, ഭവനങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇരുന്ന് ഈ ജാഗരണ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരുന്നത്. ഈ ദൈവം നല്ല ദൈവമാണ്. എൻ്റെ യേശു നല്ലവനാണ്. എൻ്റെ യേശു മധുരമുള്ള ദൈവമാണ്. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയം, എന്നെ നോക്കി സ്നേഹം കൊണ്ട് കത്തിജ്വലിക്കുന്ന തിരുഹൃദയം, ആ തിരുഹൃദയത്തെ സ്നേഹിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കും മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇത്രമാത്രം സ്നേഹിച്ചിടാൻ എന്നിലെന്തുള്ളൻ യേശുവേ, ഇത്രയേറെ കരുണ നൽകാൻ പാപി എന്നിൽ എന്തുള്ളു നാഥ. എന്നിൽ വാഴുന്ന നൽ ദൈവമേ, നന്ദിയോടെ നിൻ സ്തുതി പാടിടും. നിൻ മഹാ സ്നേഹത്തെ പാടിയാരാധിക്കും. പ്രാണനെ തന്ന കാരുണ്യമേ. ഞാൻ എഴുതിയ ഏറ്റവും അവസാനത്തെ റിലീസ് ചെയ്ത പാട്ടിൻ്റെ ഇരടികളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ബോറടിച്ചെന്ന് എനിക്കറിയാതെ ക്ഷമിക്കുക. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷമൊക്കെ എഴുന്നേറ്റൊന്ന് സ്തുതിച്ച് ഈ ശുശ്രൂഷ, അടുത്ത ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. എല്ലാവരും സ്തുതിക്കുക, കരങ്ങൾ ഉയർത്തി. ഓ റബലഹതര ബസുക്ഷതര ബലഹതര യന്ദാര ഹലക്ഷതര ബസഹല്ലാര ബക്ഷിയ ശോഭാല ബഖദന ബസില്ലാര ബയാനാര യാലഹതര ദിക്കം സാക്ഷതര ബലഹതര ദിക്കം സിയ യാര ബലഹതരോ ബദിക്കം ഷതര ബസഹല്ലാര ബയാനാര ഹലത്തെ കറോ ബയാനാര ബയാര ബലഹതര ബസിയ
ഈ രബനിയാന അറിയം തരകലം ചിത്തരബസ്സല്ല ഈശാല ബഖതരബസ്സിയ ശബോല ബഖതരബസ്സിയ രബലഖതരബദിക്കം ഷിയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മൾ ജോസിലൂടെ കേൾക്കുകയായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ മാത്രമല്ല, സക്കേബൂസിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ സമൂലമായ ഒരു പരിവർത്തനം. ആ കുടുംബത്തിൻ്റെ ചരിത്രം മാറുന്നു. ദൈവം വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ശക്തനായ ഒരു ശുശ്രൂഷകനായി ദൈവഭക്തിയെ മാറ്റി. ആ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് വലതുരുന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ സമയത്ത് ഒരു സാക്ഷ്യം വായിച്ച് കേൾക്കുകയാണ്. 1 പത്രോസ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ പേര് സിസിലി, നോർത്ത് പറവൂരിൽ നിന്ന് എഴുതുന്നു. എൻ്റെ 2 കണ്ണുകൾക്കും ഗ്ലൂക്കോമ എന്ന അസുഖം ബാധിച്ചിരുന്നു. ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി. ഇനി ചികിത്സയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വീട്ടിലേക്ക് തിരിച്ചയച്ചു. ഒരു ദിവസം കണ്ണിന് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. അതോടൊപ്പം ഭയവും തോന്നി. അപ്പോഴാണ് ഷാലോമിൽ നൈറ്റ് വിജിലുള്ള കാര്യം അന്ന് വൈകുന്നേരം അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 2-ാം തീയതി നടന്ന നൈറ്റ് വിജിൽ ശുശ്രൂഷ. ആ സമയത്ത് ടോക്കിൻ്റെ സമയത്ത് 1 പത്രോസ് 5:6 വചനം പറഞ്ഞ ആ സമയം കണ്ണിൽ എന്തോ ഉരുണ്ടുകൂടി താഴേക്ക് വീഴുന്നതായി തോന്നി. കണ്ണിന് പഴയതുപോലെ കാഴ്ച തിരിച്ചു കിട്ടി. ഒരു ദൈവിക സ്പർശനത്തിൻ്റെ അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചു. യേശുവിന് 1000 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസിലി എന്ന സഹോദരി പറവൂരിൽ നിന്നാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഡോക്ടർമാർ ഇനി ഒന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ് മടക്കി വിട്ട സഹോദരി നൈറ്റ് വിജിൽ ശുശ്രൂഷയുടെ സമയത്ത് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ദൈവവചനം കേട്ടപ്പോൾ കണ്ണിൽ നിന്ന് എന്തോ ഉരുണ്ട് വീഴുന്ന പോലെ, താഴേക്ക് വീഴുന്ന പോലെ ഫീൽ ചെയ്തു. ആ സമയം തുടങ്ങി കണ്ണിന് പരിപൂർണമായി കാഴ്ച കിട്ടി. ഇപ്പോൾ കാഴ്ചയ്ക്ക് യാതൊരു തകരാറുമില്ല. വലതുരുന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല നടപടികളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അനനിയാസ് സാവൂളിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. കാരണം കർത്താവിൻ്റെ ശബ്ദം കേട്ട് കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ സാവൂളിൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണിനൊരു മോഡലൊന്നും കാണുന്നില്ല, വ്യക്തതയില്ല. കൈപിടിച്ചാണ് നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അനനിയാസ് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ചിതമ്പലുകൾ പോലുള്ളത് എന്തോ പൊഴിഞ്ഞു വീഴുകയും അവന് കാഴ്ച കിട്ടുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവവചനത്തിൽ ഈ സാക്ഷ്യത്തിൽ കണ്ടുമുട്ടുകയാണ്. ആ സഹോദരിക്കും സമാനമായ ഒരു ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ പരമമായ ശക്തി ആ ജീവിതത്തെ ഒന്ന് തൊട്ടപ്പോൾ ആ കണ്ണിൽ നിന്നുള്ള അവ്യക്തതയുടെ കാഴ്ചയുടെ തടസ്സം ഉരുണ്ടുകൂടി കണ്ണിൽ നിന്ന് പൊഴിഞ്ഞു താഴെ വീഴുകയും അവൾക്ക് പരിപൂർണമായ കാഴ്ച നൽകി നല്ല ദൈവം ആ സഹോദരി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായ യാതൊന്നുമില്ല. ജെറമ്യാ 33:3 നമ്മളിങ്ങനെ കാണുകയാണ്. എന്നെ വിളിക്കൂ, ഞാൻ നിനക്ക് മറുപടി തരും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ ഒരു നിഗൂഢമായ പ്രവൃത്തി ആ മകളിൽ സംഭവിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിതം മാറി. എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപക്ഷെ അനേക വർഷമായി രോഗക്കിടക്കയിൽ കിടക്കുന്നവരുണ്ട്. ഇപ്പോഴും വൈദ്യശാസ്ത്രം കൈവിട്ട ചില രോഗികളുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോഴായിരിക്കാം നിങ്ങൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നത്. ദൈവത്തിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സമയം കഴിഞ്ഞു പോയിട്ടില്ല. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടുണ്ടാകാം.
നമ്മൾ വെച്ച സമയവും പരിധിയും കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. എന്നാൽ ദൈവത്തിനൊരു സമയമുണ്ട്. അവിടുന്ന് നേരത്തെ വരികയുമില്ല, അവിടുന്ന് വരാനൊട്ട് താമസിക്കുകയില്ല. തക്ക സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മുടെ രോഗത്തിൻ്റെ സങ്കീർണമായ അവസ്ഥയെക്കുറിച്ചല്ല. വൈദ്യശാസ്ത്രം ഏത് പേരിട്ട് നിൻ്റെ രോഗത്തെ വിളിക്കുന്നു, അല്ലെങ്കിൽ ആ പേര് നൽകുന്ന ഭയവും അസ്വസ്ഥതയും ആകുലതയല്ല നിൻ്റെ ഹൃദയത്തെ ഭരിക്കേണ്ടത്. മറിച്ച് അതിനപ്പുറത്തേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ മരിച്ച ലാസറിനെ 4-ാം നാൾ ശവകുടീരത്തിന് പേര് ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ആ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാ. ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അവന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിൽക്കാം. അതെ, ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സമയമുണ്ട്. ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. അത് രോഗമായിക്കൊള്ളട്ടെ, തകർച്ചകളായിക്കൊള്ളട്ടെ, മക്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിൻ്റെ ഹൃദയത്തിലെ തോര കണ്ണീരായിക്കൊള്ളട്ടെ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള നിലവിളി ആയിക്കൊള്ളട്ടെ, ജീവിത പങ്കാളിയെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് തളരുന്ന ജീവിതമായിക്കൊള്ളട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നിൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുക. നിങ്ങളുടെ ശരീരത്തിലെ രോഗപീഠകൾ ദൈവകരങ്ങളിൽ ഒന്ന് വിശ്വസിച്ച് സമർപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവർ, ശാരീരികവും മാനസികമായ രോഗപീഠയിലൂടെ കടന്നു പോകുന്നവർ, ഒരുപക്ഷേ ചില രോഗപീഠകളുടെ പിറകിൽ ചില തിന്മയുടെ കറുത്ത കരമുണ്ടാകാം. ചില അന്ധകാര ശക്തികളുടെ സാന്നിധ്യമോ സാമീപ്യമോ അവ കൊണ്ടുവരുന്ന തടസ്സങ്ങളോ ഉണ്ടാകാം. എന്നാൽ നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദൈവം ഇറങ്ങി വരും. നിന്റെ ദൈവം ഇറങ്ങി വരും. നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവം ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ കുടുംബത്തിൽ ഈ സമയത്ത് തന്നെ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യും. അതിനാൽ പ്രിയപ്പെട്ടവരെ, 2 കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. കരത്തിൻ്റെ മുട്ടുകളൊക്കെ നന്നായി ഒന്ന് നുവരട്ടെ. കരത്തിൻ്റെ മുട്ടുകളൊന്ന് നന്നായി ഉയരട്ടെ. ഉയർത്തിയ കരങ്ങളിൽ നിന്റെ ആവശ്യങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ നൊമ്പരങ്ങൾ എല്ലാം ഒന്ന് ഉയർത്തുക. രോഗപീഠകളെ ഉയർത്തുക. രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. എല്ലാ തകർച്ചകളെ സമർപ്പിക്കുക. യേശു ഈ സമയത്ത് ഇറങ്ങി വരണം. അതരം തുറന്ന്, കരമുയർത്തി, ഹൃദയം തുറന്ന് ഈശോയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ എന്ന് വിളിക്കുക. രോഗപീഠകളിലേക്ക് യേശു വരട്ടെ. തകർച്ചകളിലേക്ക് യേശു കടന്നു വരട്ടെ. അവിടുത്തെ അത്ഭുത ശക്തി കടന്നു വരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സൗഖ്യം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇത് നിന്റെ കുടുംബത്തിൽ നിശ്ചയമായി സംഭവിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുന്ന് സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ദൈവം നിന്റെ രോഗം കാണുന്നു, നിന്റെ തകർച്ച കാണുന്നു, നിന്റെ പരാജയം കാണുന്നു, നിന്റെ വീഴ്ച കാണുന്നു, നിന്റെ ഇകഴ്ച കാണുന്നു, നിന്റെ പരാജയവും നിന്റെ നിരാശയും കുറ്റബോധവും അവിടുന്ന് കാണുന്നു. ആ യേശുവിനെ വിളിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങിയവനെ വിളിക്കുക. അതരം തുറന്നു വിളിക്കുക. യേശുവേ എന്ന് വിളിക്കുക. ഈ സമയം യേശുവിൻ്റെ കുടുംബത്തിൽ വരണം. എൻ്റെ പ്രിയപ്പെട്ടവരിൽ യേശു കടന്നു വരണം. അവൻ്റെ ശക്തി വ്യാപരിക്കണം. അവൻ്റെ ശക്തി വ്യാപരിക്കണം. കെട്ടുകൾ അഴിയണം. അന്ധകാരങ്ങൾ പരാജയപ്പെടണം. പാപശാപ ബന്ധന കെട്ടുകൾ അഴിയണം. യേശുവിൻ്റെ അധികാരം എന്നെ സംഭവിക്കണം. യേശു നാമത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കട്ടെ. ഈശോയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം നുറുങ്ങിയവനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ, യേശുവേ, ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരുഭൂമിയിലെ പൊരിവെയിലിൽ വിശന്നിടുന്നോ മനമേ. കരമടിച്ച് മരുഭൂമിയിലെ പൊരിവെയിലിൽ വിശന്നിരുന്നോ മനമേ. മരുഭൂമിയിലെ പൊരിവെയിലിൽ വിശന്നിടുന്നോ മനമേ. പറവയിലൂടെ അപ്പം കൊണ്ടുതരും ദൈവം വിളമ്പിത്തരും. ആകാശത്തിലെ പറവയിലൂടെ
വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ചേർന്ന് പാടാം. തളരരുതേ മനമേ, ആകുലമോ അരുതേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ. പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. വിശ്വസിച്ചെന്ന് പാടാം. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം.